അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ എവിടെയെങ്കിലും കൊണ്ടാക്കിയിട്ട് നിങ്ങളെല്ലാവരും രക്ഷപ്പെട്ടോ. ഞാൻ ബ്ലൈൻഡ് ആയതുകൊണ്ട് 2 കുട്ടികൾക്കും എന്നെ നോക്കാൻ ആകെ ഉള്ളതാണ്. പക്ക അങ്ങനെ രോഗം നമുക്ക് ഉണ്ടായിരുന്നു പോലും അറിയത്തില്ല. ഇല്ല, എനിക്ക് ആ ഒരു വേദന ഇപ്പൊ എങ്ങനെ ആയിരുന്നെന്ന് അറിയുന്നില്ല. മാറിയൊരു ഒരുപാട് ആൾക്കാർ അനുഭവം പറയുന്നത്. ഇതിപ്പോ എന്റെ സുഹൃത്താ പറയണത്, നേരിട്ട് അനുഭവം. അടുത്തൂടെ ആള് പോയാൽ എനിക്ക് വേദനയായിരുന്നു. അതുപോലത്തെ അവസ്ഥയായിരുന്നു. ആയിരുന്നു. ഫസ്റ്റ് വന്നപ്പോ ഡോക്ടർ ഈ കാലിൽ പിടിച്ച പരിപാടി ഉണ്ടല്ലോ, മർമ്മപ്പടി, അത് ചെയ്തപ്പോ എന്തായിരുന്നു? അത് എന്താ? അയ്യോ, അത് കഴിഞ്ഞ് എനിക്ക് ഓടാനൊക്കെ തോന്നി. ഞാൻ പറയുന്നത് വേറെ എങ്ങോട്ടും പോകേണ്ടത് ഡോക്ടറിന്റെ അടുത്ത് തന്നെ വന്ന ഉറപ്പാ, 100% ഉറപ്പാ. നമ്മൾ നിൽക്കുന്നത് പെരുമ്പാവൂരാണ്. പെരുമ്പാവൂർ അഭിലാഷ് ഡോക്ടറെ കാണാൻ വന്ന, അതായത് 10 വർഷം കൊണ്ട് 1 ലക്ഷം മേലിലെ ആളുകളെയാണ് ഈ പറയുന്ന 3 മിനിറ്റ് കൊണ്ട് സുഖപ്പെടുത്തുന്ന ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. ആ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ആ പെരുമ്പാവൂരാണ് നിൽക്കുന്നത്. ബാക്കിലോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. ഇതുപോലെയാണ് ഇവിടുത്തെ ക്രൗഡ്. ആ ക്രൗഡ് എല്ലാവരും അകത്ത് കയറി തിരിച്ചിറങ്ങി വരുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ട്. അപ്പോൾ ആ മൂവ്മെൻറ്റാണ് കാണിക്കാൻ വന്നത്. ആ വൈഫിന് ഒരുപാട് സ്ഥലത്ത് സെർവിക്കൽ സ്പൈനും അതുപോലെ നട്ടെല്ലിനും പെയിനായിട്ട്. അപ്പോൾ ഞാൻ ബ്ലൈൻഡ് ആയതുകൊണ്ട് 2 കുട്ടികൾക്കും എന്നെ നോക്കാൻ ആകെ ഉള്ളതാണ്. ബ്ലൈൻഡായി എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വൈഫിൻ്റെ വീട്ടുകാരും ഉപേക്ഷിച്ചാണ്. അപ്പോൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോയിട്ട് അവസാനമാണ് അഭിലാഷ് ഡോക്ടറെ ഇത് അറിയാൻ പറ്റിയത്. എല്ലാവരും എന്നെ കാണുമ്പോൾ വിഷമത്തിലാണ്. പിന്നെ ഹസ്ബൻഡ് ആണെങ്കിലും. അപ്പം ഞാൻ പറഞ്ഞു ഹസ്ബൻഡിന് ഓഫീസിലേക്ക് പോകണമല്ലോ, എല്ലാ കാര്യങ്ങളും. ആൾ ബ്ലൈൻഡ് ആണെങ്കിലും എല്ലാ കാര്യവും ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്നെ എവിടെയെങ്കിലും കൊണ്ടാക്കിയിട്ട് നിങ്ങളെല്ലാവരും രക്ഷപ്പെട്ടോ. അങ്ങനെ ഇവിടെ വന്നു. ജനുവരിയിൽ 10-ാം തീയതി വന്നു 2024. അവസാനം ജനുവരി 2024 ജനുവരി 10-ന് വന്നിട്ട് മെയ് 27-ാം തീയതി ആയപ്പോൾ മെഡിസിൻ തന്നെ സ്റ്റോപ്പ് ചെയ്തോളാൻ പറഞ്ഞു ഡോക്ടർ. അത് ഡോക്ടർ ഫുൾ ഫ്രീ ആയിട്ടാണ് മെഡിസിൻ തന്നെ കൊടുത്തത് വൈഫിന് എൻ്റെ അവസ്ഥ അറിഞ്ഞിട്ട്. ഈ 100 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ 200 പേരുണ്ടെങ്കിൽ ഇവരെല്ലാവരും ജീവിതത്തിൽ ഓരോ പ്രതിസന്ധിയിലും വരുന്നു കയറുന്നു ഇങ്ങോട്ടേക്ക്. തിരിച്ചിറങ്ങി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ലെവലിൽ അത് എന്ത് മിറാക്കിളാണ് സംഭവിക്കുന്നത് ഇവിടെ? അത് ശരിക്കും പറഞ്ഞാൽ മിറാക്കിളാന്ന് പറയാൻ, മറ്റുള്ളവരൊക്കെ മിറാക്കിളാണ്, കാഴ്ചയിൽ ഇത് മിറാക്കിളാണ്. ഇതിനൊരു ശാസ്ത്രമുണ്ട്. മർമ്മ ചികിത്സയും ആയുർവേദവും കൂടെ ചേർന്നിട്ടുള്ളൊരു ശാസ്ത്രമാണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അലോപ്പതി ഡോക്ടർമാർ പോലും പറയുന്ന തൊട്ട് വേറൊരു കൈയുണ്ടല്ലോ ഇതിൻ്റെ ഫ്രണ്ട് പ്രവർത്തനങ്ങൾക്ക് എക്സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സാധനം കൂടെ ഉണ്ട്. എത്ര ചികിത്സ അറിയുന്ന ആളാണെങ്കിലും അതും കൂടെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞോട്ട് സംഭവിക്കുന്നത്. അതായത് ഒരു അദൃശ്യമായ കരം അത്രയേ ഉള്ളൂ. അതാണ് നമ്മൾ, അല്ല നമ്മുടെ കഴിവിനപ്പുറം അദൃശ്യമായ കരമുണ്ട്. ഇവിടെ ചെറിയ നീരുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നൊരു എണ്ണ തരും. അത് ഇവിടെ നിന്ന് താഴോട്ട് പുരട്ടി ചൂട് പിടിക്കുക. ബാക്കി മുട്ടിൻ്റെ അവിടെ നിന്ന് താഴോട്ടും പുരട്ടി ചൂട് പിടിക്കുക. എക്സസൈസുകൾ കാണിച്ചു തരാം, ഡെയിലി വീട്ടിൽ ചെയ്യണം. അതുപോലെ കഷായമുണ്ട്, അതും കഴിക്കുക കേട്ടോ. ചെയ്താൽ മതി. ഇത് ആക്ച്വലി എന്താ നീർക്കെട്ടാണോ? അതായത് യോഗ ചെയ്തിട്ട് പരിക്ക് പറ്റിയതാണ്. വേറെ ഡോക്ടർമാരെ കാണിച്ചപ്പോൾ തേയ്മാനം എന്നൊക്കെയാണ് ഒരു പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ കറക്ഷൻ നടത്തി. ബാക്കി ഇനിയും മരുന്നും കാര്യങ്ങളും കൊണ്ട് മാറാവുന്നേ ഉള്ളൂ. അപ്പോൾ ആക്ച്വലി ഈ തേയ്മാനമൊന്നും അല്ല, ഇത് നീർക്കെട്ട് എന്തോ ആണല്ലേ? നീർക്കെട്ട. ഇത് ഏതൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് ആക്ച്വലി ഈ വേദനയായിട്ട്? 3-4 ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. എല്ലാവരും ഇത് തേയ്മാനാ പറഞ്ഞത്. ഇത് ലാസ്റ്റ് വെച്ചിട്ട് ഞങ്ങള് എക്സ്റേ എടുത്തു. അതുവരെ എക്സ്റേ എടുത്തിട്ടുണ്ടായിരുന്നു. എക്സ്റേ എടുത്തപ്പോഴാണ് തേയ്മാനം? അതെ അതെ. അപ്പൊ ആ തേയ്മാനം നമുക്ക് മാറ്റി കൊടുക്കാം അല്ലേ? നമുക്ക് എന്തായാലും ആ തേയ്മാനത്തിന് നമുക്ക് ഓപ്പറേഷൻ ഒന്നും വേണ്ട, നമുക്ക് വെറുതെ മാറ്റി കൊടുക്കാം അല്ലേ? ചേട്ടന് ആദ്യമായിട്ട് വരുന്നത് ഫസ്റ്റ് ടൈമാണ് അല്ലേ? വേദന എന്താ വിഷയം എന്തായിരുന്നു? കാലിന് പുകച്ചിലും വേദനയാണ്. പിന്നെ മുട്ടിന്റെ അകത്തുള്ളൊരു വേദന. മുട്ടിന്റെ അകത്ത് തന്നെ കാലിന് പുകച്ചിലുണ്ടോ? പുകച്ചിലുണ്ട്. അടിവശം മോൾവശമൊക്കെ പുകച്ചിലാണ്. എന്താ ഡോക്ടർ പുകച്ചിൽ എന്താ കാരണം? എന്താണ് പുകച്ചിൽ? പല കാരണങ്ങളുണ്ട്. പുള്ളിക്ക് ഡയബറ്റീസ് ഉണ്ട്, വെരിക്കോസിന്റെ പ്രശ്നമുണ്ട്, അതിൻ്റെ കൂടെ മുട്ടിന്റെ പ്രശ്നം കൂടെ ഉണ്ട്. ഇത് മുഴുവൻ ചേർന്ന് സർക്കുലേഷൻ കൂടെ കുറഞ്ഞിട്ടാണ് ആ പുകച്ചിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ചാലും മരുന്നൂടെ കഴിക്കേണ്ടി വരും. മുട്ടിന്റെ പ്രശ്നത്തിന് ഇപ്പൊ നല്ല മാറ്റം മുട്ടിന്റെ പെയിൻ അങ്ങ് മാറി കിട്ടി അല്ലേ? ഇതൊക്കെ ആദ്യമായിട്ട് വന്ന ചേട്ടനാ? ഫസ്റ്റ് ടൈം വന്നു ജസ്റ്റ് അകത്ത് കയറി. പിന്നെ നടന്ന് കയറാൻ കുഴപ്പമൊന്നുമില്ല, കയറിയ പ്രശ്നമൊന്നുമില്ല. 2022 വന്നപ്പോ എന്ത് പ്രശ്നമായിട്ടാ വന്നത്? 2020 മുട്ടിന് ബുദ്ധിമുട്ടായിട്ടാ വന്നത്. നടക്കാൻ പറ്റാത്ത നീരല്ലായിരുന്നു. നല്ല നീരായിരുന്നു. കാല് അടുത്തൂടെ ആള് പോയാൽ എനിക്ക് വേദനയായിരുന്നു. അതുപോലത്തെ അവസ്ഥയായിരുന്നു. ഫസ്റ്റ് വന്നപ്പോ ഡോക്ടർ ഈ കാലിൽ പിടിച്ച പരിപാടി ഉണ്ടല്ലോ, മർമ്മപ്പടി, അത് ചെയ്തപ്പോ എന്തായിരുന്നു? അത് എന്താ? അയ്യോ, അത് കഴിഞ്ഞ് എനിക്ക് ഓടാനൊക്കെ തോന്നി. കാരണം അതെന്താണ് ആ കൈയുടെ മിറാക്കിൾ? എനിക്ക് മോനെ ഇപ്പോഴും പറയുവേ, മമ്മി കൊച്ചുപിള്ളാരെ പോലെ അമ്മി എന്നിട്ട് അവിടെ കിടന്ന് ചാടുന്നു. ഇവരോടെല്ലാം പറയുന്നു വേദനയില്ലെന്ന്, കാല് നടക്കുന്നു. ഞാൻ എല്ലാരോടും പറയുന്നത്. ഇപ്പൊ അവിടെ ഇന്നോണ്ട് അവര് പറയുന്നു നോക്കാം. അയ്യോ അങ്ങനെ പറയാതെ, ഇത് ശരിയാകുമെന്ന് എന്ന് പറയും. ഞാൻ എന്ത് പറയാനൊന്നും പറയാനില്ല. ഇത് തന്നെയാണ് ഇവിടെ വരുന്ന ഒരു കോൺഫിഡൻസ്. ഈ ഡോക്ടറിന്റെ ഈ
ചിരി ശരിക്കും ഒരു പ്രത്യേക തേജസ്സാണ്. ആ ചിരിയും ആ ചിരിയിൽ തന്നെ പകുതി വേദന മാറും. അതെ, അതെ. വരുന്ന എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ, വേറെ ഒരാളും ഒരു ഹാപ്പി ഇല്ലല്ലോ, വരുന്ന എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ ഇരുന്നിട്ട് എഴുന്നേക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വെച്ചാൽ നമ്മൾ എല്ലാം ഇരുന്നിട്ട് എഴുന്നേക്കുമ്പോൾ ഇങ്ങനെ നൂരാൻ പറ്റത്തില്ല, ഇങ്ങനെ വളഞ്ഞ് തന്നെ അങ്ങനെ നിൽക്കും. അതുപോലെ കിടക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ഒരു സൈഡും അല്ല നേരെ ഒന്നും കിടക്കാൻ പറ്റത്തില്ല, രാത്രി മൊത്തം വേദനയായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം ഒരു ആയുർവേദ ട്രീറ്റ്മെന്റിന് പോയി. അവിടെ 21 ദിവസം ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടും മെഡിസിനൊക്കെ ഒത്തിരി കഴിച്ചതാ. അന്നേരം ഒന്നും എനിക്ക് വ്യത്യാസമില്ല, കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പി പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡോക്ടറെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ ഇവിടെ ഒരു 2018 നമ്മുടെ അവിടെ നിന്ന് ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ അഭിലാഷ് ഡോക്ടറിൻ്റെ അടുത്ത് വന്നാണ് അതിൻ്റെ മാറിയ ചേച്ചി ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞ്. അങ്ങനെ ഞാൻ ഇവിടെ അതെ. ആ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ശരിക്കും ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇപ്പം എത്ര നാളായി? ഇപ്പം ഞാൻ 5-ാമത്തെ മാസമായി. ഇപ്പം 4-ാമത്തെ മാസം തീരാറായി. ഇപ്പം എനിക്ക് ഒരു പ്രശ്നം. പുള്ളിക്കാരിക്ക് ഷോൾഡർ വേദനയും ഒക്കെ ആയിരുന്നു, മുട്ടുവേദന, മൊത്തം വേദനയായിരുന്നു പല ഭാഗത്തായിട്ട്. എല്ലാം നല്ല മാറ്റമുണ്ട്, നല്ല കുറവുണ്ട് ഇപ്പോൾ. എത്രാമത്തെ പ്രാവശ്യം തന്നെ ഇവിടെ? ഒന്ന് കഴിഞ്ഞ രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോ ഭയങ്കര വേദനയായിരുന്നു. കൈ ഇങ്ങനെ പൊക്കാനൊന്നും പറ്റില്ല, അതുപോലത്തെ വേദനയായിരുന്നു. വേദനയായിരുന്നു, കഴുപ്പായിരുന്നു, ഇങ്ങനെ മുള്ളു കൊണ്ട പോലെ വേദനയായിരുന്നു. ഇപ്പം നന്നായിട്ട് വ്യത്യാസമുണ്ട്. പുറത്ത് നീര് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നടക്കുമ്പോൾ കാലിങ്ങനെ ഇടറുമായിരുന്നു, മുട്ടിങ്ങനെ വെട്ടലുണ്ടായിരുന്നു. ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ഒരു മാസമായിട്ടുണ്ടായിട്ടില്ല. തൈലമുണ്ട്, പിന്നെ ഒരു ലേപം അരച്ച് തേക്കുന്നുണ്ട്, കഷായമുണ്ട്. മാറി കാലിന് വളവും വന്നു, പിന്നെ മസിലിനൊക്കെ ഭയങ്കര സ്ട്രെങ്ത് കുറവായി, ഈ ഭാഗത്തൊക്കെ മസിൽ ലൂസായിട്ടുണ്ട്. അതെ, അതുകൊണ്ട് വർഷങ്ങളായിട്ടുള്ള ബുദ്ധിമുട്ടാണുള്ളത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത് ആ കാലിനൊരു വളവ് പോലെ വന്നത്, അത് നമ്മൾ സമയത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അത് ആ സമയത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ശരിക്കും. ചില മനുഷ്യന്മാർക്ക് ചെറിയ വേദനയൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം അത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തത് ബുദ്ധിമുട്ടായിരിക്കുന്നത്. നടത്തം ശരിയല്ല, കാലിങ്ങനെ എടുത്ത് വെച്ച് ഇങ്ങനെ നടന്ന് വളഞ്ഞു പോയിരിക്കുന്നത്. എത്ര കാലമായിട്ടുള്ള വേദന ഇത്? 15 വർഷമായി. 15 വർഷം ഇതിങ്ങനെ അഡ്ജസ്റ്റ് കൊണ്ടുപോയാണ്. അല്ല, അന്ന് കുറേ വേദനയുണ്ട്. ഇപ്പൊ കൂടി വന്നു. ഇതിനിടയിലെ ട്രീറ്റ്മെന്റും പോയി, മെഡിക്കൽ കോളേജിൽ പോയി, വേറെ ഉള്ളിടത്തൊക്കെ പോയി. താത്തി ഓക്കെ, മാത്രം വേഗം ചെയ്തേ. ബുദ്ധിമുട്ടുണ്ടോ ഇപ്പോൾ? കുറഞ്ഞില്ലേ? താത്തി ആൾക്കൊരു പരിക്ക് പറ്റിയതാ, കൈ കുത്തി വീണാണ്. പറമ്പിൽ കൂടെ ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ ഒരു കുഴിക്കകത്ത് ചപ്പ് മൂടി കിടന്ന് കണ്ടില്ല. അപ്പോൾ കാലിങ്ങനെ എടുത്ത് വെച്ചപ്പോഴത്തേനും ഇങ്ങോട്ട് പോയി. അപ്പം കൈ പോയി ബാഗിൽ പോയി കുത്തി. അപ്പം ഇങ്ങനെ കൈ ഷർട്ടൊക്കെ ഇടുമ്പോഴത്തേനും ഇപ്പം കുഴപ്പമില്ല. എന്തായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്? കാലിൻ്റെ മുട്ട് മടങ്ങുമില്ല, കാലിൻ്റെ മുട്ട് ഭയങ്കര വേദന, നടക്കാനൊന്നും കഴിയും, വലിയ ബുദ്ധിമുട്ടുകളും. കുറേ കാലമായോ? തുടങ്ങിയിട്ട് കുറേ കാലമായി. പിന്നെ ഇങ്ങനെ പല ചികിത്സകളും നടത്തി, ഒരുപാട് ചികിത്സകൾ നടത്തിയിട്ടൊന്നും ഒരു ഇതിൽ കിട്ടണില്ല. അവസാനം ഡോക്ടർമാർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം, കാല് മുട്ട മാറ്റൽ ശസ്ത്രക്രിയ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട്. അതെനിക്ക് പേടി. മക്കളൊക്കെ പറഞ്ഞു ചെയ്യാൻ, പക്ഷെ എനിക്ക് സഹായിക്കില്ല. അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞു, അവന് ചെറുപ്പശ്ശേരിയിലെ ട്രാവൽസ് നടക്കണ അസമതി എന്നും പറഞ്ഞു. എന്നോട് പറഞ്ഞു നിങ്ങൾ പെരുമ്പാവൂർ പോയി താമസിക്കാം, എൻ്റെ പറ്റ മാറിയപ്പോൾ 3 മാസത്തെ ചികിത്സ ഉണ്ട് പുള്ളിക്ക്. അപ്പോൾ നല്ല ചികിത്സയാണ്, അങ്ങോട്ട് പോയിക്കോളും. അവൻ തന്ന ഡ്രസ്സ് പ്രകാരം വന്നതാണ്. രണ്ടാം കുറവുണ്ട്, ആ ഭാഗം കുറവുണ്ട്, കാലിൻ്റെ മുട്ട് വേണം. ഇപ്പോൾ കാലിൻ്റെ അടി ഭയങ്കര ചുട്ടുന്നേറിലും, കൈ പൊക്കുമ്പോൾ ഒരു ബലം കിട്ടണില്ല. അപ്പോൾ സാറോട് മുട്ടിന്റെ പ്രശ്നം അതാ പറഞ്ഞു, ഡോക്ടർ പറയണത് തേയ്മാനം എന്നാ പറയണത്. പറയണു മാറി ഒരുപാട് ആൾക്കാർ അനുഭവം പറയണത്. ഇതിപ്പോ എന്റെ സുഹൃത്താ പറയണത്, നേരിട്ട് അനുഭവം. ഓപ്പറേഷൻ പറഞ്ഞു പല ഭാഗത്തും. അവനും ഇതേമാതിരി എവിടെയും പോവാണ്ട് പിന്നെ പേടിച്ചിരിക്കുന്നു ചെയ്യാതെ. അപ്പൊ കൂട്ടുകാരൻ മാറിയപ്പോ നമുക്ക് മാറുമെന്ന് വിചാരിക്കാം. കുറവില്ലേ? കുറവുണ്ട്. ഇൻഷാ അല്ലാഹ് എന്ന് പറയും ഞങ്ങള്. അത്രേ ഉള്ളൂ. എന്തൊക്കെ പ്രശ്നങ്ങൾക്ക് നമുക്ക് ട്രീറ്റ്മെന്റ് ഉള്ള? പ്രധാനമായിട്ട് ഓർത്തോ ന്യൂറോ പ്രശ്നങ്ങളാണ്. ഈ സർജറി പറഞ്ഞിരിക്കുന്ന മുട്ട് മാറ്റി വയ്ക്കാനൊക്കെ പറഞ്ഞിരിക്കുന്ന മുട്ടുവേദനകൾ, അതേപോലെ ഡിസ്ക് ബൾജ്, സിയാറ്റിക് പെയിൻ, അങ്ങനെ നടുവേദന കാരണം അങ്ങനത്തെ ആൾക്കാർ ആംബുലൻസിലൊക്കെയാണ് സാധാരണ കൊണ്ടുവരുന്നത്. പിന്നെ ഫ്രോസൺ ഷോൾഡർ പോലത്തെ കൈവെക്കാൻ പറ്റാത്ത അവസ്ഥകൾ, ജോയിൻറ്റ് പെയിൻസ് എല്ലാം പ്രധാനമായിട്ട് ട്രീറ്റ് ചെയ്യും.
പിന്നെ ഡയബറ്റീസ്, എൻ്റെ വെയ്ക്കോസ് വെയിൻ, ഇതൊക്കെയാണ്. നമ്മൾ വിളിച്ചിട്ട് പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഒക്കെ നോക്കിയിട്ടെല്ലാം എന്നാലും പ്രധാനമായിട്ടും ഓർത്തോ ന്യൂറോ ആണ് നമ്മൾ മെയിനായിട്ട് ഓർത്തോ ന്യൂറോയാണ് മെയിനായിട്ട് ചെയ്യുന്നത് അല്ലേ? നമ്മുടെ കറക്റ്റ് സ്ഥലം ഏതാ ഇവിടെ? ഇത് പെരുമ്പാവൂരാണ്. പെരുമ്പാവൂർ ഇവിടെ വന്നിട്ട് ഡോക്ടർ അഭിലാഷ് നാഥിൻ്റെ ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ അറിയാം. അതെ, അത് പറഞ്ഞാൽ മതി. അപ്പം ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവർക്കാണെങ്കിൽ ഈ താഴെക്കാൻ നമ്പർ ഞാൻ വെച്ചിട്ടുണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ any സമയത്ത് ആളുകൾ എടുക്കാൻ വേണ്ടി എനി ടൈം നിങ്ങൾക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ ആളുണ്ടാവും. ഇനി കൃത്യമായിട്ട് സ്ഥലവും കാര്യങ്ങളും പറഞ്ഞു തരും. എപ്പോൾ വന്നാലും ഈ കോമ്പൗണ്ട് നിറഞ്ഞ ആൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ് അത്. അഭിലാഷ് ഡോക്ടറെ കാണാൻ മാത്രം നിൽക്കുന്നത്. അപ്പോൾ വരിക, നിങ്ങളുടെ പെയിനും കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും.